കളർഫുള്ളായിട്ടുള്ള ഒരു കേക്കിന് ഓർഡർ വരുമ്പം എങ്ങനെയല്ലേ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ചേച്ചി ആയിരുന്നു കേട്ടോ. ചേച്ചി എനിക്കൊരു റെഫറൻസ് പിക്കും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ കേക്കിന് സൈഡിലായിട്ട് ഫുള്ള് ലെയർ ചെയ്ത് വരുന്ന രീതിയിലായിരുന്നു കേട്ടോ, പല കളറ് വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യം തന്നെ ആയിരുന്നു. അത് ഒരു കണക്കിന് ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു സംശയം, ഒരു മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് മിക്സായി പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സംഭവം നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്ന ക്രീം എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ N1 നോസിലും കൂടെ വെച്ചിട്ട് ടോപ്പിൽ ഇതുപോലൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോപ്പ് ഭാഗം ഫുള്ള് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ വൈറ്റ് പേളാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ പേളിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ വൈറ്റ് പേളായിരുന്നു ഇതിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറോടെ വെച്ച് കൊടുത്ത് മോളുടെ പേര് എഴുതി കൊടുത്തത് കേക്കിൻ്റെ ബോർഡിലായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസ് പിക്കാണോ ഈ പിക്കാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.